ഇവ അന്നൊരു ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, അന്നൊരു ദിവസം ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു കോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കഥ പറയാം, സിനിമ ആക്കണം എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് ഓർമ്മ ഉണ്ടാവും. അത് വരാതെ അപ്പൊ ഒരു കഥ പറയാം. എന്താ സംഭവം? കഥ ഇപ്പൊ പറയുന്നുണ്ടോ അതോ? കഥ ഇപ്പൊ പറയാം. നമുക്ക് അതിന്റെ ഞാനൊരു പ്ലോട്ട് ഞാൻ പറയാം. കാരണം കഥ പറഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. ഞാനൊരു പ്ലോട്ട് പറയാം. നിന്റേത് കപ്പയിലെ നായകൻ ഞാനാ. നിഹാദിന്റെ വണ്ടിയെ ബാംഗ്ലൂർ നൈറ്റ് സ്ട്രീറ്റ് ഇൻട്രോ. നിഹാദിന്റെ വണ്ടിയെ പിന്തുടർന്ന് 2 സൂപ്പർ മോഡിഫൈഡ് കാറുകൾ പിറകെ വരുന്ന വണ്ടിക്കെതിരെ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തുന്ന നിഹാദിന്റെ വണ്ടി. അതേസമയം തന്റെ വണ്ടിയുടെ പ്രത്യേകതകൾ കാണിച്ച് നിഹാദിന് ഇൻട്രോ നൽകുന്നു. ഓ കേൾക്കുമ്പോ തന്നെ ചാർജ് ആവുന്നത്. എന്നാ പിന്നെ ഇത് 2 ഭാഗത്തും എക്സ്പ്ലോഷൻ ഞാൻ പറയാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. 2 ഭാഗത്തുനിന്ന് എക്സ്പ്ലോഷൻ വരണം. അതായത് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യൂലേ, അപ്പൊ 2 ഭാഗത്തുനിന്ന് പൊട്ടിത്തെറിക്കട്ടെ എന്തെങ്കിലും. കേട്ടപ്പോ തന്നെ ചാർജായി കാര്യം. ഒരു ഡാൻസ് ഒക്കെ ഹീറോയിന്റെ ഏതാണ്? ആരാന്ന്? ഇപ്പഴല്ല. ആരാ? നിങ്ങൾക്ക് ആരെ വേണം? അങ്ങനല്ല, നീ തമാശ അറിയില്ല. ഒരു ഐറ്റം ഡാൻസ് നമ്മ എല്ലാരും ഗ്യാങ്ങിലെല്ലാരും പിന്നെ ഒരു ഐറ്റം ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും മറ്റിവളെ തന്നെ പിടിക്കാം. ആര്? പൂജ ഹെഗ്ഡെ. രശ്മിക മന്ദാന. നല്ല പൈസ കൊടുക്കണം നമുക്ക്. വല്ല റേനു സുദ്യ അല്ല അതുകൊണ്ടാ ഇവിടെ എവിടെ. എന്നിട്ട് മറ്റവനോട് ചോദിക്കുമ്പോൾ ഇത് കുറച്ച് സംഭവം വേറെ. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായത്. ഞാൻ നീ ചിരിക്കുന്നതന്നെ ഞാൻ ചിരിക്കുന്നത്. വെറുതെ നീ അപ്പുറത്ത് പോയാ ഷമീറ? ഇല്ല ഞാൻ ചിരിക്കൂല. ഇമാജിനറായിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ ഇതില് എവിടെയാണ് വണ്ടി ഒന്നും മനസ്സിലാവില്ല. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആ ടൈമില് ദേ ഈ